ഹായ് ഗൈസ്. ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഷോർട്ടായിട്ട് ഊപ്പ് എന്ന് പറയും. നമുക്ക് ഊപ്പ് എന്നത് എന്താണെന്നുള്ളതാണ്. ഓക്കെ, സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു അപ്രോച്ചാണ് അല്ലെങ്കിൽ കോഡ് എഴുതാനുള്ള ഒരു വേ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ കോഡ് സ്ട്രക്ചർ ചെയ്യാനുള്ള ഒരു രീതിയും കൂടിയാണ്. ഓക്കെ, അതായത് നമ്മൾ കോഡ് എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ തിങ്ക് ചെയ്യണം, എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു കൺസെപ്റ്റാണ് ഊപ്പ്. ഊപ്പിൻ്റെ മെയിൻ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഡിൽ റിയൽ ലൈഫ് എൻറ്റിറ്റീസ് പോലുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ മുമ്പ് ഒബ്ജക്ട്സ് പഠിക്കുമ്പോഴും നമ്മൾ ജസ്റ്റ് ഗോ ത്രൂ ചെയ്തിരുന്നു. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ന്യൂ ആയൊരു ഐഡിയ അല്ലത്. ഓക്കെ, നമ്മൾ ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്ന ഡാറ്റ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാനാണ്. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ മൂവി ഒബ്ജക്റ്റ് മുമ്പ് ഉണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്തിരുന്ന. ആ മൂവി ഒബ്ജക്റ്റ് നമ്മൾ ആ മൂവിയുമായി ബന്ധപ്പെട്ട ഇൻഫോ, ടൈറ്റിൽ, ഡയറക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒബ്ജക്ട്സ് നമ്മൾ ഗ്രൂപ്പായിട്ട് എഴുതിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒബ്ജക്ട്സ് പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ നമുക്ക് മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കോഡിനെ കുറിച്ച് ചിന്ത ചെയ്യാനും ബേസിക്കലി അത് ഈസി ആക്കി വെക്കാനും പറ്റും. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അതേ ലോജിക് കൂടി തന്നെയാണ് സ്ട്രോങ്ലി ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഒബ്ജക്ട്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുക മാത്രമല്ല, ഓൾമോസ്റ്റ് മുഴുവൻ കോഡും ഡിഫറെൻറ്റ് ഒബ്ജക്ട്സായി ഓർഗനൈസ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ അകത്ത് ഡാറ്റ ഉണ്ടാകും, ലോജിക് ഉണ്ടാകും, അവസാനം ബേസിക്കലി നമ്മുടെ കോഡിൽ പല ഒബ്ജക്ട്സിലായി സ്പ്ലിറ്റ് ചെയ്തിട്ടും ഉണ്ടാവും. ഓക്കെ, ആ ഒബ്ജക്ട്സിനെ ഇതൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമുക്കൊരു വെരി എക്സാമ്പിൾ, ഒരു ഓൺലൈൻ ഷോപ്പ് ബിൽഡ് ചെയ്യാം. ഓക്കെ, അവിടെ ആദ്യം നമുക്കൊരു ലിസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാകും. ഓക്കെ, നമ്മളൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ പ്രൊഡക്റ്റ് ലിസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ് റെൻഡർ ചെയ്യും. അതായത് യൂസറിന് പ്രൊഡക്ട്സ് ഡിസ്പ്ലേ ചെയ്യും. അതോടൊപ്പം ആ പ്രൊഡക്ട്സ് സെർവറിൽ നിന്നോ ഡാറ്റാബേസിൽ നിന്നോ ഫെച്ച് ചെയ്യാനുള്ള ലോജിക്കും ഇതിലുണ്ടാകും. അതിനർത്ഥം ഈ ഒബ്ജക്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് റെൻഡർ ചെയ്യുക, കൂടാതെ പ്രൊഡക്റ്റ് ഡാറ്റ ഫെച്ച് ചെയ്യുക. മാത്രമല്ല ലോഡഡ് പ്രൊഡക്റ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഇതിൽ ചില പ്രോപ്പർട്ടീസും ഉണ്ടാകും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ലിസ്റ്റ് ഒബ്ജക്റ്റ് റിലേറ്റഡ് ഡാറ്റവും റിലേറ്റഡ് ലോജിക്കും ഒന്നിച്ചിട്ട് ഹോൾഡ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കാം. ഇത് ഒരു സിംഗിൾ പ്രൊഡക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന വയ്ക്കുക, ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത് നിൽക്കുക. ബേസിക്കലി അങ്ങനെ നമുക്ക് വിചാരിച്ചാലും മതി. ഈ പ്രൊഡക്റ്റ് ഒബ്ജക്റ്റിൻ്റെ ജോലി എന്തായിരിക്കും? ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് റെൻഡർ ചെയ്യുക. ഉദാഹരണത്തിന് പ്രൊഡക്റ്റ് നെയിം, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, റിവ്യൂസ്, റേറ്റിംഗ്സ് എന്നിവയൊക്കെ ഷോ ചെയ്യുക. മേ ബി അതിലൊരു ബട്ടണും കൂടി ഉണ്ടാകും, റെൻഡർ ചെയ്തിട്ടുണ്ടാകും. ഉദാഹരണത്തിന് ആഡ് ടു കാർട്ട് ബട്ടൺ കൂടി ഉണ്ടാകും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യാനുള്ള ലോജിക്കും ഈ ഒബ്ജക്റ്റിനകത്ത് ഉണ്ടാകും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഒബ്ജക്റ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഒരു സിംഗിൾ പ്രൊഡക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക, അത് ഡിസ്പ്ലേ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട ആക്ഷൻസ് ഹാൻഡിൽ ചെയ്യുക. ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് ഒബ്ജക്റ്റിൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റിനോട് കണക്റ്റഡ് ആയിരിക്കും. കാരണം പ്രൊഡക്റ്റ് ലിസ്റ്റിൻ്റെ അകത്ത് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടല്ലോ. അതുകൊണ്ട് പ്രൊഡക്റ്റ് ലിസ്റ്റിൻ്റെ മെത്തേഡിൻ്റെ അകത്ത് ഈ പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് യൂസ് ചെയ്യാൻ സാധ്യതയുമുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്കൊരു ഷോപ്പിംഗ് കാർട്ട് ഒബ്ജക്റ്റും കൂടി ഉണ്ടാക്കാം. ഓക്കെ, ഇതും പ്രൊഡക്റ്റിനോട് ലിങ്ക്ഡ് ആയിരിക്കും. കാരണം പ്രൊഡക്റ്റ് ഒബ്ജക്റ്റിൻ്റെ അകത്ത് തന്നെ കാർട്ടിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു ആക്ഷൻ ട്രിഗറും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഷോപ്പിംഗ് കാർട്ട് ഒബ്ജക്റ്റിൻ്റെ ജോലി എന്തായിരിക്കും എന്ന് വെച്ചാൽ കാർട്ടിനകത്തുള്ള എല്ലാ പ്രൊഡക്ട്സും ഡിസ്പ്ലേ ചെയ്യുക, അതുപോലെ ടോട്ടൽ എമൗണ്ട് കാണിക്കുക. മേ ബി യൂസറിന് ഒരു ഓർഡർ ബട്ടൺ റെൻഡർ ചെയ്യാനും കൂടി നമുക്ക് എഴുതാനുള്ള ഓർഡർ ബട്ടൺ കൂടി ഉണ്ടാവും. അതിനുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഐറ്റംസ് ഓർഡർ ചെയ്യാനുള്ള ലോജിക്കും ഈ ഷോപ്പിംഗ് കാർട്ട് ഒബ്ജക്റ്റിനകത്ത് തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ ഷോപ്പിംഗ് കാർട്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ കാർട്ട് ഐറ്റംസ് മാനേജ് ചെയ്യണം, ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ ഓർഡർ പ്രോസസ്സ് ചെയ്യാനുള്ള ഹാൻഡ്ലിങ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഓരോ ഒബ്ജക്റ്റിനും ഓരോ സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പ്രൊഡക്റ്റ് ലിസ്റ്റിന് അതിൻ്റേതായ ഒരു ജോലിയുണ്ട്, പ്രൊഡക്റ്റിന് അതിൻ്റേതായ ജോലിയുണ്ട്, ഷോപ്പിംഗ് കാർട്ടിനും അതിൻ്റേതായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇതാണ് ഊപ്പിൻ്റെ ബ്യൂട്ടി, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ ബ്യൂട്ടി. അതായത് എല്ലാ കോഡും ഒരേ സ്ഥലത്ത് ഇടാതെ റെസ്പോൺസിബിലിറ്റി അനുസരിച്ച് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്താൽ കോഡ് കൂടുതൽ ക്ലീൻ ആവും, ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് ആവും, പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആവും, ഫ്യൂച്ചറിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും അത് എളുപ്പമാകും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു തിയറിറ്റിക്കൽ എക്സാമ്പിൾ മാത്രമാണ്. പക്ഷേ ആക്ച്വലി ഈ മോഡ്യൂൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേ എക്സാമ്പിൾ കൂടെ തന്നെയാണ്. ഈ എക്സാമ്പിൾ യൂസ് ചെയ്ത് നമ്മൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ് ഗോ ത്രൂ ചെയ്യുന്നത്. ഓക്കെ, അതോടൊപ്പം മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറെ ക്ലാസ് നമ്മൾ ഗോ ത്രൂ ചെയ്യും. പക്ഷേ ക്ലാസ്സിലേക്ക് പോകുന്ന മുമ്പ് ആദ്യം ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ച് തന്നെ ക്ലിയർ ആകണം. കാരണം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നത് ആദ്യം ഒരു സിൻടാക്സ് അല്ല, അതൊരു വേ ഓഫ് തിങ്കിങ് ആണ്. നിങ്ങൾ കോഡ് എങ്ങനെ കാണുന്നു, എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, എങ്ങനെ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നു, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിന് ക്ലാസ്സസ് വേണമെന്നില്ല. ക്ലാസ്സസ് യൂസ് ചെയ്യുന്ന മുമ്പ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മൈൻഡ് സെറ്റ് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അപ്രോച്ച് നന്നായി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പതുക്കെ ക്ലാസ്സസിലേക്ക് ഡൈവ് ചെയ്യാം. ഓക്കെ, തൽക്കാലം ഞാൻ ഇന്നത്തെ ഈ തിയറി ക്ലാസ് ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് എ ലോട്ട്, ബൈ.